ഇറാനും യു.എസും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിനും സമാധാനത്തിനുമിടയിൽ സ്തംഭിച്ചു നിൽക്കുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വംശഹത്യക്കിരയായ ഗസ മനുഷ്യ മനസാക്ഷിക്കു മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അമേരിക്കയിലും യൂറോപ്പിലുമടക്കം ജനപ്രീതി നഷ്ടപ്പെട്ട ഇസ്രയേൽ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പശ്ചിമേഷ്യ മാറുകയാണോ? അതോടൊപ്പം ലോകരാഷ്ട്രീയത്തിൻ്റെ രസതന്ത്രം തന്നെ മാറ്റത്തിന് വിധേയമാവുകയാണോ? ഈ വിഷയമാണ് ഇന്ന് മാധ്യമം ഓൺലൈൻ ക്രോസ് ലെൻസിൽ ചർച്ച ചെയ്യുന്നത്. പ്രമുഖ മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനും പശ്ചിമേഷ്യ കാര്യ വിദഗ്ധനുമായ പി.കെ. നിയാസാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. ഇറാനിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. 1953 അമേരിക്കയും ബ്രിട്ടനും ചേർന്നിട്ട് ഇറാനിൽ ഭരണമാറ്റം നടത്തുന്നുണ്ട്. അവിടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. 3/4 നൂറ്റാണ്ടുകാലമായി ഇറാനിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? എന്താണ് അമേരിക്കയ്ക്ക് ഇറാനിലുള്ള താല്പര്യം? അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? നമുക്കറിയാം, ഷാ റിസ പെഹ്ലവിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടവുമായി അമേരിക്കക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു. ഇറാനിലെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇറാനിലെ വിഭവങ്ങൾ പരമാവധി കൊള്ളയടിച്ചുകൊണ്ടായിരുന്നു അമേരിക്ക മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിന് ഒരു അറുതി വരുത്തുകയായിരുന്നു മുഹമ്മദ് മുസദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഗവൺമെൻറ്. അങ്ങനെയാണ് അമേരിക്ക ബ്രിട്ടനുമായി ചേർന്ന് CIA സഹായത്തോടെ മുസദ്ദിഖ് ഭരണകൂടത്തെ അട്ടിമറിച്ചത്. മുസദ്ദിഖ് ഭരണത്തെ അട്ടിമറിച്ചതോടുകൂടി വീണ്ടും ഇറാൻ വലിയ അമേരിക്കയുടെ ഒരു കോളനി പോലെ ഉള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഷാക്കെതിരെ ശക്തമായ പ്രതിഷേധം അലയടിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. പിന്നീട് അത് ഖുമൈനിയുടെ വരവോടുകൂടി അത് കൂടുതൽ ശക്തി പ്രാപിക്കുകയും 1979 വിപ്ലവത്തിൽ അത് കലാശിക്കുകയും ചെയ്തു. ആ വിപ്ലവം മുതൽ അമേരിക്ക ഇറാൻ്റെ ബദ്ധശത്രുവായി, അല്ലെങ്കിൽ ഇറാന് അമേരിക്ക ഒരു ബദ്ധശത്രുവായിട്ട് മാറി. ഗ്രേറ്റ് സൈറ്റാൻ, വലിയ പിശാചി എന്നാണ് അമേരിക്കയെ ഇറാൻ വിശേഷിപ്പിച്ചത്. ആ ശത്രുത അതിൻ്റെ പരമകായ അല്ലെങ്കിൽ പരമമായ അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ തെളിവുകളാണ് ഈ നമ്മൾ കഴിഞ്ഞ 6 മാസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം അമേരിക്ക വെറും ഉപരോധത്തിൽ മാത്രം ഒതുക്കി നിർത്തുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ അത് ഒരു യുദ്ധത്തിലേക്ക് വരാനുള്ള കാരണം ഇസ്രായേലിൻ്റെ ശക്തമായ ഇടപെടലാണ്. അമേരിക്കയോട് ഇറാനെ നേരിടണം, അല്ലെങ്കിൽ ഇറാനെ യുദ്ധം ചെയ്യണമെന്ന് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒന്നാം വട്ടം അദ്ദേഹം അധികാരത്തിലേറ്റപ്പോൾ തന്നെ നെതന്യാഹു ശക്തമായി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ ട്രംപ് വീണില്ല. കാരണം ട്രംപിൻ്റെ ഉദ്യോഗസ്ഥർ ആ വിഷയത്തിൽ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചു. പക്ഷേ രണ്ടാമതും ട്രംപ് അധികാരത്തിലേറിയപ്പോൾ ആണ് ഇസ്രായേൽ വീണ്ടും രംഗത്ത് വരികയും അമേരിക്കയെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചത്. അതാണ് ഇപ്പോൾ വിനാശകരമായൊരു യുദ്ധത്തിലേക്ക് വന്നത്. കഴിഞ്ഞ 6 മാസമായി ഇത് തുടർന്നു പറഞ്ഞാൽ ഇടയ്ക്കൊരു ഇടവേളുണ്ടായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ഇനിയും ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം ഈ ഓഗസ്റ്റ് 19 ഈ വെടിനിർത്തൽ കരാർ അവസാനിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് മറ്റൊരു വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുള്ളൊരു കരാർ ഒപ്പിട്ടു എന്ന് ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇറാനിൽ അമേരിക്കയുടെ ഇടപെടൽ എന്ന് പറയുന്നത്, നേരത്തെ അമേരിക്ക ഇറാനിൽ എന്ത് ഉദ്ദേശിച്ചോ അതിപ്പോൾ അമേരിക്ക കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ വളരെ ശക്തമായ ഒരു ഫോഴ്സായിട്ട് മാറി എന്നുള്ളതാണ്. 47 വർഷത്തോളമായി തുടരുന്ന ശക്തമായ ഉപരോധമുണ്ടായിട്ടും ഇറാൻ പിടിച്ചു നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ കണ്ടത്. ഉപരോധം കാരണം അവർക്ക് അവരുടെ ആയുധശേഷി അല്ലെങ്കിൽ ആയുധങ്ങളുടെ പ്രിപ്പയറിങ്ങിന് പോലും വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടമുണ്ടായിട്ട് പോലും സ്വന്തമായി മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ടു ഇറാൻ അമേരിക്കക്കും ഇസ്രായേലിനും വെല്ലുവിളി ഉയർത്തി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അവിടെ നിലനിൽക്കാൻ പാടില്ല. അത് ഇസ്രായേലിനെ പോലെ അമേരിക്കയും ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത്, അമേരിക്കക്ക് ഈ ഹോർമൂസിൽ ഇറാൻ്റെ ആ സ്വാധീനം അത് അമേരിക്കക്ക് വലിയ തിരിച്ചടിയാണ്. ഇതുവരെ ഹോർമൂസ് ഇറാന് ഒരു ആയുധമായി, രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഈ യുദ്ധം വന്നതിന് ശേഷം ഹോർമൂസിലെ തങ്ങളുടെ പരമാധികാരം ഇറാൻ ഊന്നിപ്പറയുകയും ഒരു ഹോർമൂസിൻ്റെ പേരിൽ അവരൊരു പ്രത്യേക നിയമനിർമ്മാണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ലോകത്തിൽ എണ്ണ ഇവിടെ 20%
പാസ് ചെയ്യുന്നത് ഹോർമൂസിലൂടെയാണ്. അത് പല രാജ്യങ്ങൾക്കും, എണ്ണ വിൽക്കുന്ന രാജ്യങ്ങൾക്കും വാങ്ങുന്ന രാജ്യങ്ങൾക്കും ഒക്കെ തന്നെ കുറേ ഉപകാരപ്രദമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ നിയന്ത്രണത്തിലാകുമ്പോൾ അമേരിക്കയിലും അത് വലിയ സ്വാധീനം ചെലുത്തും. ഇപ്പം ട്രംപിൻ്റെ വോട്ടർമാർ തന്നെ ഈ വിഷയത്തിൽ ട്രംപിനെതിരെ നീങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇറാനെ ഏത് രൂപത്തിൽ അടിച്ചമർത്താൻ അമേരിക്ക ശ്രമിച്ചുവോ ഇന്നും അത് സാധിക്കുന്നില്ല എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം, പരസ്പരമുള്ള സംഘർഷങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അതേസമയം സ്ഥിരമായൊരു സമാധാനത്തിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഒരു സമാധാന സന്ധിക്ക് തടസ്സമായി നിൽക്കുന്നത്? ഇറാൻ തന്നെയാണോ, അല്ലെങ്കിൽ അമേരിക്കക്ക് തന്നെ ഒരു സമാധാന കരാറിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ? എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നത്തിൽ ഏറ്റവും വലിയ തടസ്സം നിൽക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആണെന്നാണ് സാധാരണ പറയാറുള്ളത്. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതാണ് ഈ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. നമുക്കറിയാം 1948 മെയ്യിലാണ് ഇസ്രായേലിൻ്റെ രൂപീകരണം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം ബെൻഗൂറിയൻ പ്രഖ്യാപനം നടത്തി വിത്തിൻ 11 മിനിറ്റിനകം അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആരിയസ് ട്രൂമാൻ ഇസ്രായേലിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇസ്രായേലിനെ അംഗീകരിച്ച ആദ്യത്തെ രാജ്യമാണ് അമേരിക്ക. അത് അംഗീകരിച്ചത് പോലും 11 മിനിറ്റ് കൊണ്ടാണ്. അതുപോലും ഉദ്യോഗസ്ഥരുടെ ഒക്കെ നിലപാടുകൾ തള്ളിക്കൊണ്ടായിരുന്നു ട്രൂമാന് ഇത് നടത്തിയത്. കാരണം അങ്ങനെ അംഗീകരിച്ചാൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് വലിയ ശക്തമായ തിരിച്ചടി നേരിടും, അവരുടെ എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും ട്രൂമാൻ അത് അംഗീകരിച്ചില്ല. പിന്നീട് നമുക്കറിയാം 48 യുദ്ധമുണ്ടായി. 56 സൂയസ് യുദ്ധത്തിൽ ഈ ഇസ്രായേലിൻ്റെ നടപടി വിമർശിച്ചുകൊണ്ട് അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റിന് പ്രസ്താവന ഇറക്കേണ്ടി വന്നു. അപ്പോൾ ഇസ്രായേലിനെ വഴിവിട്ടു സഹായിക്കുന്നൊരു നിലപാടാണ് ഇത്രയും കാലം അമേരിക്ക കൈക്കൊണ്ടത്. ഇത് ഇസ്രായേൽ മുതലെടുക്കുകയാണ് ചെയ്തത്. അമേരിക്ക വിചാരിച്ചാൽ ഇസ്രായേലിനെ ഒതുക്കേണ്ടതാണ്, അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. കാരണം നമുക്കറിയാം ഒബാമയുടെ ഭരണകാലത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിമാർക്ക്, അല്ലെങ്കിൽ അന്ന് നെതന്യാഹു പ്രധാനമന്ത്രിയായ സമയത്ത് ഒബാമയെ കാണാൻ പോലുള്ള പെർമിഷൻ കിട്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ട്രംപ് രണ്ടാമത്തെ അധികാരത്തിലേറി ഏതാണ്ട് 8 തവണ നെതന്യാഹു അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തുന്നു. അതിൽ വേറെ പ്രശ്നം കൂടിയുണ്ട് അതിൽ. കാരണം അന്താരാഷ്ട്ര ക്രിമിനൽ കോർട്ടിൻ്റെ അറസ്റ്റ് വാറണ്ട് ഉള്ളതുകൊണ്ട് പല രാജ്യങ്ങളിൽ പോകാൻ നെതന്യാഹുവിന് ഭയമാണ്. അപ്പോൾ ആകെ പോകാൻ പറ്റുന്ന രാജ്യമുള്ളത് സുരക്ഷിതമായത് അമേരിക്കയോട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇത് അമേരിക്ക ഇസ്രായേലുമായിട്ടുള്ള ആ ബന്ധം അത് ശക്തമായത് കൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പോലും JD വാൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഇസ്രായേലിൻ്റെ ഈ രീതിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറാനുമായിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ആഗ്രഹിച്ചിട്ട് പോലും അതിന് തങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചത്. ഇപ്പോൾ ഗസയുടെ കാര്യത്തിൽ നമുക്കറിയാം അതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശക്തമായി തടസ്സം നിൽക്കുന്നത്, സമാധാനം തടസ്സം നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഇസ്രായേൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഡയറക്റ്റ് വിഷയത്തിൽ പോലും അമേരിക്കക്ക് യഥാർത്ഥത്തിൽ സ്വന്തമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുറേ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. കാരണം ഇറാൻ പറഞ്ഞത് ഹോർമൂസിലുള്ള ഉപരോധം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ചില ഡിമാൻഡ്സ് ഉണ്ട്. അത് ജെന്യൂനായ ഡിമാൻഡ്സാണ്. ആ ഡിമാൻഡ്സിൽ ഒന്നെന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടപെടലുകൾ അവസാനിപ്പിക്കുക. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ പ്രശ്നത്തിൻ്റെ നാരായ വേരെന്ന് പറയുന്നത് ഇസ്രായേലും അമേരിക്കയും തന്നെയാണ്. ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക ഇത് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ അമേരിക്ക വഴങ്ങുന്നത് ചോദിച്ചാൽ 1973 യുദ്ധത്തിൽ, യോം കിപ്പൂർ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ അറബ് രാജ്യങ്ങളെ സഹായിച്ചിരുന്നു. ഇത് മുതലെടുത്തുകൊണ്ട്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് 1967 6 ദിനം നീണ്ടുന്ന യുദ്ധമുണ്ടല്ലോ, അതിലാണല്ലോ ഇസ്രായേൽ അറബ് രാജ്യങ്ങളുടെ സ്ഥലങ്ങൾ പിടിച്ചടക്കിയത്. അതായത് ഈജിപ്തിൽ നിന്ന് സീനായും അതുപോലെ തന്നെ ഗസയും അതുപോലെ തന്നെ ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതൊക്കെ പിടിച്ചെടുത്ത യുദ്ധമായിരുന്നു അത്. ലെബനാനിൽ നിന്ന് ജൂലാൻ കുന്നുകളും പിടിച്ചെടുത്തു. ആ യുദ്ധത്തിൽ ചെറിയൊരു സഹായം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. റഷ്യ എന്ന് പറയുന്നത് അന്ന് സോവിയറ്റ് USSR ആണ്, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് റഷ്യയായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ഇടപെടൽ കണ്ടപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിൽ ജയിച്ചപ്പോഴാണ് അമേരിക്ക കൂടുതൽ ഇസ്രായേലുമായിട്ട് അടുത്തതെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഏറ്റവും നല്ല ഒരു കക്ഷിയാണ് ഇസ്രായേൽ എന്ന് അവർ
അതോടുകൂടി കണക്കൂട്ടി. അന്ന് മുതലാണ് ഇസ്രായേലിനെ പ്രീണിപ്പിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒബാമയുടെ കാലത്ത് 2010 ഒബാമ പിന്നെ അധികാരം അവസാനിപ്പിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒപ്പുവെച്ചൊരു കരാറുണ്ടാവും ഇസ്രായേലുമായിട്ട്. 10 വർഷം നീണ്ടു നിൽക്കുന്ന കരാറാണ്. അത് 2027 അവസാനിക്കുന്നത്. ഈ പുതിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും $3.8 ബില്യൺ എന്ന് പറഞ്ഞാൽ $380 കോടി പിന്നെ സഹായമാണ് ഇസ്രായേലിന് അമേരിക്ക നൽകാൻ പോകുന്നത്. അപ്പോൾ ആ സഹായം എന്ന് പറയുന്നത് ഡയറക്റ്റുള്ള ക്യാഷ് അല്ല, മറിച്ച് ആയുധ സഹായമാണ്. അപ്പോൾ ഇത് പിന്നെ ഇതിന് പുറമെ വേറെ സഹായം പലതും പോകുന്നുമുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഇസ്രായേലിനെ പൂർണ്ണമായും സമ്പൂർണ്ണമായി അടി പിന്നെ ചിരിക്കുകയാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാൻ്റെ ഒരു ആവശ്യം ഈ ഇടപെടൽ അവസാനിപ്പിക്കുക എന്നാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇറാൻ്റെ ഫ്രീസ് ചെയ്ത ഫണ്ടുകൾ, കോടിക്കണക്കിന് ഡോളറിൻ്റെ ഫണ്ട് അമേരിക്ക ഈ ഉപരോധ പ്രശ്നവും പറഞ്ഞിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഷാൻ്റെ പിന്നെ ഇസ്ലാം വിപ്ലവം നടന്നത് മുതലുള്ള അത് പൂർണ്ണമായും വിട്ടുകിട്ടണമെന്നാണ് ഇറാൻ്റെ, അത് ന്യായമായ ആവശ്യമാണ്. അത് കൊടുക്കാമെന്നായിരുന്നു പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഒപ്പുവെച്ച ആ ജോയിൻ്റ് പിന്നെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരുന്നത്. പക്ഷെ അത് പെട്ടെന്ന് ഇല്ലാതായല്ലോ, അതോടുകൂടി അത് അവസാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില ഡിമാൻഡുകൾ ഇറാൻ വെച്ചിട്ടുണ്ട്. അത് അമേരിക്ക അംഗീകരിച്ചാൽ ഈ പ്രശ്നം തീരും. അല്ലാതെ പുതിയൊരു കരാറിന് ആവശ്യമില്ല. നേരത്തെ വെച്ച കരാർ വെച്ചിട്ടുണ്ട്, പക്ഷേ അമേരിക്ക അതിന് സന്നദ്ധമാകുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അമേരിക്കക്ക് വഴങ്ങേണ്ടി വരുമെന്നാണ്. കാരണം അമേരിക്ക ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു, ഈ ഇറാനെ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അതിനൊരുപാട് തെളിവുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നാണ് ഈ പിന്നെ അമേരിക്കയുടെ പല ആയുധങ്ങളും അവസാനിച്ചു വെച്ചാൽ അതിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. ഇൻ്റർസെപ്റ്റ് സംവിധാനങ്ങൾ വലിയ നഷ്ടം വന്നിരിക്കുന്നു. ഒരുപാട് പണം, കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ടി വരുന്നു. ഇറാന് ചെറിയൊരു പിന്നെ 50,000 ഡോളറിൻ്റെ ഈ ഒരു ഡ്രോൺ വിൽക്കുകയാണെങ്കിൽ അത് തടയാൻ വേണ്ടി 200 കോടിൻ്റെ ഒക്കെ ഇൻ്റർസെപ്ഷൻ ഉപകരണങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു പറഞ്ഞാൽ അത് വലിയ നഷ്ടമാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അമേരിക്കയുടെ മറ്റൊരു താല്പര്യം ഈ തായ്വാൻ മേഖലയിലാണ്. തായ്വാനിലെ ചൈനയുടെ ആധിപത്യം തകർക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഒരു യുദ്ധം വരികയാണെങ്കിൽ അത് നേരിടാനുള്ള ആയുധശേഷി ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ചൈന എന്ന് പറയുന്നത് ഇറാനല്ല, ചൈനയ്ക്ക് ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ആയുധങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഭാവിയിൽ വരുന്ന ഒരു യുദ്ധം, ഭാവിയിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ വരുന്ന ഒരു യുദ്ധത്തിൽ തങ്ങൾക്ക് ആയുധങ്ങൾ പോലും കുറവാണെന്ന് പെൻറ്റഗൺ തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. പെൻറ്റഗൺ പറഞ്ഞിരിക്കുന്നത് 2027 ബഡ്ജറ്റിൽ ഇത് പ്രത്യേകം 3 എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. അതിന് എന്തൊക്കെ തടസ്സമുണ്ടായാലും, അപ്പോൾ ഞാൻ മാക്സിമം തടസ്സമുള്ളത് ഇസ്രായേലാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ അമേരിക്കക്ക് ഇതിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. അത് പ്രശ്നം നീളാനാണ് സാധ്യത വരുന്നത്. ഇപ്പോൾ ഇറാന് ഫെബ്രുവരി 28 ആരംഭിച്ചതാണ് യുദ്ധം. 6 മാസത്തിൽ വലിയ അതിജീവന ശേഷിയാണ് ഇറാൻ പ്രകടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇറാൻ ഈ ഒരു യുദ്ധമുന്നണിയിൽ ഒറ്റക്കാണോ, അല്ലെങ്കിൽ പരോക്ഷമായി മറ്റ് ചില ശക്തികളുടെ സഹായങ്ങൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ചാൽ ഒരുപക്ഷെ റഷ്യയും ചൈനയും ഒക്കെ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ കൂടുതൽ, പ്രത്യേകിച്ച് ഇത്രയും ഒരു ലോകശക്തിയോടാണല്ലോ ഏറ്റുമുട്ടുന്നത്. ആ ഒരു ആരായിരിക്കും ഇറാനെ സഹായിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം യഥാർത്ഥത്തിൽ പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇറാനെ സഹായിക്കുന്ന 2 രാജ്യങ്ങളെന്ന് പറയുന്നത് റഷ്യയും ചൈനയും തന്നെയാണ്. പക്ഷേ അവരുടെ സഹായം എന്ന് പറയുന്നത് പരോക്ഷമായ രീതിയിലാണ് സഹായിക്കുന്നത്, ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ല. പക്ഷേ ഇറാൻ ആവശ്യമായ ഈ സംവിധാനങ്ങൾ, ഈ നിരീക്ഷണ സംവിധാനങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ റഷ്യയും ചൈനയും പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഇറാനല്ല യുദ്ധത്തിലിറങ്ങിയത്, യുദ്ധം ഇറാൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്ന യുദ്ധത്തിന് പ്രതികരിക്കാതെ മറ്റു നിർവാഹമില്ല. കാരണം ഇത്രയും കാലം അവർ പടുത്തുയർത്തി അവരുടെ ആ ശക്തി നിലനിർത്തേണ്ടതുണ്ട്, രാജ്യം എന്ന നിലയിൽ നിലനിർത്തേണ്ടതുണ്ട്. മാത്രമല്ല ആക്രമിക്കപ്പെട്ടതാണ്, അവർക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ എങ്ങനെ തിരിച്ചടിക്കും? മറുഭാഗത്ത് അമേരിക്കയും ഇസ്രായേലുമാണുള്ളത്. ഇസ്രായേലിനെ പക്ഷേ ഇറാൻ കൈകാര്യം ചെയ്തു. 2000 കിലോമീറ്റർ അല്ലെങ്കിൽ 2500 കിലോമീറ്റർ അപ്പുറമുള്ള ഇസ്രായേലിലേക്ക് നിരന്തരം മിസൈലുകൾ അയച്ചു കൂട്ടി ഇസ്രായേലിനെ ശരിക്കും തലവേദന ഉണ്ടാക്കി. ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു പുറത്ത് കൊണ്ടുവരുന്നില്ല മറ്റൊരു വിഷയം. അമേരിക്കയും അതേപോലെ അറ്റാക്ക് ചെയ്യാൻ ഇറാന് കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അമേരിക്ക കിടക്കുന്നത് 14,000 മൈൽ അകത്താണ്. അമേരിക്ക പോലും ഇറാനെ ആക്രമിക്കുന്നത്
തങ്ങളുടെ മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും, മിക്കവാറും എല്ലായിടത്തും അമേരിക്കക്ക് താവളങ്ങളുണ്ട്. അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം തന്നെ ബഹ്റൈനാണ്. അതുപോലെ തന്നെ കുവൈത്തിലും സൗദിയിലും ഒക്കെ ബേസുകളുണ്ട്, ജോർദാനിലും ബേസുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ്, ഇതിന് പുറമെ ഇറാഖിലുള്ള ബേസുകളിൽ നിന്നും അമേരിക്ക ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഇറാന് മുമ്പിലുള്ള ഒരു നിലപാടെന്ന് പറഞ്ഞാൽ, ഇറാന് മുമ്പിലുള്ളൊരു മാർഗം എന്ന് പറയുന്നത് അമേരിക്കയുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുക എന്നതാണ്, അമേരിക്കയുടെ ടാർഗറ്റുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ സമീപത്തുമുള്ള അമേരിക്കയുടെ താവളങ്ങളാണ്. അവിടെ ഇറാൻ ആക്രമിച്ചു. ആ ആക്രമണം അമേരിക്ക നന്നായി പറ്റിയിട്ടുണ്ട്, നന്നായി കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് അവർക്ക് വലിയ തിരിച്ചടി വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഇറാനെ എപ്പോഴും ഉപയോഗിക്കുന്ന അവരുടെ പ്രോക്സികളെയാണ്. നമുക്കറിയാം, നേരത്തെ ഈ അറബ് മേഖലയിൽ ഇറാൻ്റെ സ്വാധീനം എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇറാൻ യഥാർത്ഥത്തിൽ അറബ് രാജ്യമല്ല, പക്ഷേ അറബ് രാജ്യങ്ങൾ 4 അറബ് രാജ്യങ്ങളിൽ വ്യക്തമായ സ്വാധീനം ഉണ്ടായിരുന്ന രാജ്യമാണ് ഇറാൻ. അതായത് ലബനാന്, സിറിയ, ഇറാഖ്, യമൻ, 4 അറബ് രാജ്യങ്ങളാണ്. ഈ അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇറാൻ നല്ല സ്വാധീനമുണ്ട്. ഇത് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. കാരണം അറബ് മേഖലയിലേക്ക് ഇറാൻ്റെ കടന്നുകയറ്റമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അത് സിറിയയിൽ ബഷാർ അൽ അസദ് വീണതോടുകൂടി അത് അസ്തമിച്ചു. ഏതാണ്ട് അസ്തമിച്ചു, അത് പൂർണ്ണമായും അസ്തമിച്ചു തന്നെ പറയാം. ഇറാന് വലിയ തിരിച്ചടി നേരിട്ട്. ഇറാനും റഷ്യയുമാണ് അവിടെ ഇത്രയും കാലം ബഷാർ അസദിനെ പിടിച്ചു നിർത്തിയത്. അവരുടെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ ബഷാർ അസദ് നേരത്തെ തന്നെ നിലംപതിക്കുമായിരുന്നു. പക്ഷേ അസദ് പോയതോടെ ഇപ്പോൾ അസദിനെ പിന്നെ അവർ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു, ഇൻ ആബ്സെൻഷ്യ. അത് നഷ്ടപ്പെട്ടു. ലെബനാനിലെ ഹിസ്ബുള്ളയായിരുന്നു മറ്റൊന്ന്. ലെബനാനിലെ ഹിസ്ബുള്ള ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇത്രയും കാലം അമേരിക്കൻ ടാർഗറ്റുകളും മറ്റൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണ ലെബനാനിൽ ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സ്ട്രോങ് ഹോൾഡാണ്. അത് ഹസൻ നസ്രുള്ളയുടെ കാലത്ത് കുറേ ശക്തി പ്രാപിച്ചിരുന്നു. പക്ഷേ 2 വർഷം മുമ്പ് ഹസൻ നസ്രുള്ള ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഇസ്രായേൽ വധിക്കുകയും അതോടുകൂടി ഈ ഹിസ്ബുള്ളയുടെ ശക്തി കുറേയൊക്കെ ക്ഷയിച്ചിട്ടുണ്ട്, പൂർണ്ണമായും ക്ഷയിച്ചിട്ടില്ല. ഹിസ്ബുള്ള ഇപ്പോഴും ഒരു സ്ട്രോങ് ആയ ഒരു ആർമി തന്നെയാണത്. അതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തേത് യമനാണ്. യമനിലെ ഹൂത്തികൾ എന്ന് പറയുന്ന ഇറാൻ്റെ പ്രോക്സിയാണ്. ഹൂത്തികൾ നമ്മൾ ചില്ലറക്കാരെ കാണാൻ പറ്റില്ല. കാരണം യമൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവരുടെ കയ്യിലുള്ളത്. ഇപ്പോൾ സന്ന എന്ന് പറയുന്ന തലസ്ഥാനം അത് ഹൂത്തികളുടെ കയ്യിലുള്ളത്. ഏഡൻ ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങൾ മാത്രമേ സഖ്യകക്ഷികളുടെ കയ്യിലുള്ളൂ. അതിനെ സൗദി അറേബ്യ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന സഖ്യകക്ഷിയാണ് നോക്കുന്നത്. അപ്പോൾ ഈ സെന്ന എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല ഉൾപ്പെടെ ഹൂത്തികളുടെ നിയന്ത്രണത്തിനാണ്. അവരാവട്ടെ ബാബൽ മന്ത് ഉൾപ്പെടെ, അല്ലെങ്കിൽ പിന്നെ ചെങ്കടലിൽ ആ മേഖലയിലൊക്കെ ഉള്ള ബാബൽ മന്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ട്രെയിറ്റ് ആണ്, ഹോർമസ് പോലത്തെ വേറൊരു ഇതാണ്. അതിൻ്റെയൊക്കെ അവിടെയൊക്കെ ഹൂത്തികളുടെ വല്ലാത്ത അധികാരമുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ പിന്നെ അവിടെയും ഇറാൻ അനുകൂലമായൊരു നിലപാടാണ്. മറ്റൊന്ന് ഇറാഖാണ്. ഇറാഖിൽ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സസ് എന്ന് പറയുന്ന ഇറാൻ അനുകൂലമായ ഷീ മിലീഷ്യകളോടുണ്ട്. അത് പോപ്പുലർ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈന്യമല്ല, കുറേ മിലീഷ്യകളുടെ കൂടെയുള്ളൊരു കൂട്ടമാണ്. ഇവരാണ് ഇറാഖിൽ ഇറാൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത്. സദ്ദാം ഹുസൈന് പിന്നെ പോയതോടുകൂടി, അല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ നിഷ്കാസിതനായതോടെ പിന്നെ അവിടെ ഇറാഖിലുള്ള ഷീകൾ, നമുക്കറിയാം ഇറാഖിൽ ഷീകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ജനസംഖ്യാപരമായിട്ട്. പക്ഷേ സുന്നിയായ സദ്ദാം ഹുസൈനാണ് അത്രയും കാലം അടക്കി ഭരിച്ചത്. അപ്പോൾ സദ്ദാം ഹുസൈന് പോയതോടുകൂടി അവിടെ പിന്നെ ഇറാൻ ഈ ഷീകൾ രംഗത്ത് വന്നു. മുക്തദാസ് അതിൽ നേതൃത്വത്തിൽ ഷീകളുടെ വലിയൊരു പിന്നെ പ്രകമ്പനം ഇതിനുണ്ടായി. അവിടെ പിന്നെ ഷീകളാണ് അവിടെ ഭരണാധികാരികൾ വരുന്നത്, കംപ്ലീറ്റ് അവരുടെ കയ്യിലേക്ക് മാറി. അപ്പം ഈ മേഖലയിലും ഇറാൻ അനുകൂലമായ ഒരു ഘടകമുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് ഒരു സംഭവം നടന്നു. സൗദി അറേബ്യയിലെ അമേരിക്കൻ ബേസിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി. അത് ഇറാഖിൽ നിന്നുള്ള ഇറാൻ അനുകൂല ഷീകളാണ് നടത്തിയതാണ് എന്ന് ആരോപിച്ചുകൊണ്ട് സൗദി അറേബ്യയും അമേരിക്കയും സംയുക്തമായി അവിടെ അറ്റാക്ക് നടത്തുകയുണ്ടായി. പക്ഷേ ഇറാഖി ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾക്കതിൽ പങ്കില്ല എന്നാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ വായിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ മാസം ഇറാഖിൻ്റെ പ്രധാനമന്ത്രി വൈറ്റ് ഹൗസ് സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബാങ്കറായിരുന്നു, വലിയ ബിസിനസ്സുകാരനൊക്കെയാണ്. അദ്ദേഹം ട്രംപുമായി ചർച്ച നടത്തുന്നു. ഏതാണ്ട് 48 ധാരണാപത്രങ്ങൾ ഇവർ തമ്മിൽ ഒപ്പിട്ടു. ആ ധാരണാപത്രങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് അമേരിക്കൻ കമ്പനികൾക്ക് ഇറാഖിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കുന്ന വിഷയമാണത്. മറ്റൊന്ന് ഈ കുർദിസ്ഥാൻ, ഈ എർബിൽ എന്ന് പറയുന്ന നഗരം, അത് കുർദിസ്ഥാൻ തലസ്ഥാനമാണ്.
ഈ എർബിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നമുക്കറിയാം ഇറാഖിൻ്റെ എണ്ണ സംഭരണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മേഖലയാണ്. അതൊരു സ്വയംഭരണ മേഖലയാണ്. അവിടെ അമേരിക്കക്ക് നല്ല സ്വാധീനവും താല്പര്യവുമുണ്ട്. ഈ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിനോടൊപ്പം തന്നെ ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാഖിൽ നിന്ന് സെപ്റ്റംബർ 30 അമേരിക്കൻ സൈന്യത്തെ ഞങ്ങൾ പിൻവലിക്കും. പക്ഷേ അതോടൊപ്പം അവിടെയുള്ള മുഴുവൻ മിലീഷ്യകളെയും എന്തു ചെയ്യണം? നിരായുധീകരിക്കണം, അല്ലെങ്കിൽ ആ മിലീഷ്യകളൊക്കെ കീഴടങ്ങണം എന്ന ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, ഇറാഖിൽ നിന്ന് തങ്ങളുടെ സൈന്യം മുഴുവൻ പിൻവാങ്ങുമെന്ന് പറഞ്ഞോടൊപ്പം തന്നെ ട്രംപിനോട് ചോദിച്ചപ്പോൾ കുർദിസ്ഥാനിലെ കാര്യം ചോദിച്ചപ്പോൾ അവിടെ ഞങ്ങളൊന്നും ചെയ്യില്ലാന്ന്. എന്ന് പറഞ്ഞാൽ കുർദിസ്ഥാനിൽ അമേരിക്കൻ സൈന്യം അവിടെ നിൽക്കും, അത് പിന്മാറില്ല. കാരണം എന്താ? അവിടെ എണ്ണ ഏരിയ. അമേരിക്കയെ സംബന്ധിച്ച് നമുക്കറിയാം, സദ്ദാമിനെ അധികാരത്തിൽ നിന്ന് നിഷ്കാസം ചെയ്യാൻ തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങളിൽ ഒരു ഘടകം എന്ന് പറയുന്നത് എണ്ണയാണല്ലോ. ഈ പോൾ ബ്രമർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് എന്ത് ചെയ്ത് ഇറാഖിൽ ആദ്യത്തെ ഒരു അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത്. മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറാഖിൻ്റെ എണ്ണ ഊറ്റുക എന്നതാണ്. സദ്ദാമിനെതിരെ നടത്തിയ യുദ്ധവും അധിനിവേശവും പോലും ഇല്ലീഗലായിരുന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ അന്നത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി കോളിൻ പവൽ എന്താ ചെയ്തത്? അമേരിക്കൻ UN രക്ഷാസമിതിയിൽ പോയിട്ട് പ്രസംഗിച്ചു, ഇറാഖ് വലിയ ഭീഷണിയാണ്, അവർ രാസായുധം നിർമ്മിക്കുന്നു, അതേത് സമയം പ്രയോഗിക്കപ്പെടാം എന്ന് പറഞ്ഞ് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് കാണിച്ചു. ഇതാണ് രാസായുധത്തിൻ്റെ സാമ്പിൾ എന്ന് പറഞ്ഞു. പച്ച നുണിയായിരുന്നത്, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. വെറുതെ ഒരു കുപ്പി എടുത്ത് കാണിച്ചു. ആ പേര് പറഞ്ഞിട്ടാണ് രക്ഷാസമിതിയിൽ ഇറാഖിനെതിരെ യുദ്ധം പാസ്സാക്കിയത്. അതൊരു അധിനിവേശമായിരുന്നു. ആ അധിനിവേശം നടത്തിയിട്ട് ആണ് സദ്ദാമിനെ അട്ടിമറിച്ചത്. അങ്ങനെ ഒരു രാസായുധമേ ഇല്ല. സദ്ദാം മുമ്പ് രാസായുധം പ്രയോഗിച്ചിരുന്നു. ഹലബ് ജയിൽ കുർദുകൾക്കെതിരെ സദ്ദാമിന് രാസായുധം ഉപയോഗിച്ചൊരു തെളിവുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ബഷാർ അസദ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സദ്ദാം അതിന് ശേഷം ഇല്ലാത്ത രാസായുധം പറഞ്ഞുകൊണ്ടാണ് സദ്ദാമിനെ പുറത്താക്കിയത്. അങ്ങനെ അവിടെ അമേരിക്ക ഭരണം നടത്തി. പക്ഷേ പിന്നീട് അമേരിക്കക്ക് പോകേണ്ടി വന്നു, കാരണം ജനാധിപത്യ രീതിയിൽ ഇറാഖിൽ മാറിയതുകൊണ്ട്. പക്ഷേ ഇപ്പോഴും പിടിവിടുന്നില്ല. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം, അവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് ഇപ്പോഴും അമേരിക്കയുടെ കർവപക്ഷമായിട്ട് നിൽക്കേണ്ടതുണ്ട്. അതിന് തടസ്സം നിൽക്കുന്നത് ഇറാൻ അനുകൂല മിലീഷ്യകൾ ഉൾപ്പെടെയുള്ള മിലീഷ്യകളാണ്. മറ്റൊരു കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടത്, ടോം ബരാക്ക് എന്ന് പറയുന്ന ഒരു അംബാസഡർ അമേരിക്കക്കുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ തുർക്കിയിലെ അംബാസഡറാണ്. പിന്നീട് സിറിയയുടെ ചുമതല കൂടി ഈ ടോം ബരാക്കിന് കൊടുത്തു. ഇപ്പോൾ 2 രാജ്യങ്ങളുടെ അംബാസഡറായിട്ട് അയാൾ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ടോം ബരാക്കിന് 3ാമതൊരു ദൗത്യം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇറാഖിലെ കാര്യങ്ങൾ നോക്കാൻ. ഇറാഖിലെ അമേരിക്കൻ അധിനിവേശം ഞാൻ പറയും, കാരണം അവിടെ ശരിക്കും യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാഖിൻ്റെ താല്പര്യം നശിപ്പിക്കാനാണ് നിൽക്കുന്നത്. അതും കൂടി നോക്കാൻ വേണ്ടി ടോം ബരാക്കിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ വലിയ നീക്കം അമേരിക്ക നടത്തുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇറാൻ്റെ ശക്തമായ എതിർപ്പ് മറികടക്കാൻ ഒരിക്കലും മേഖലയിലുള്ള മറ്റു രാജ്യങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ പരാക്രമം വീണ്ടും നടക്കും. നമുക്കറിയാം 2 ഗൾഫ് യുദ്ധങ്ങൾ നടന്നതാണ്. അതിനു മുമ്പ് ഇറാൻ ഇറാഖും തമ്മിൽ മറ്റൊരു യുദ്ധവും നടന്നതാണ്. ഇതിലൊക്കെ തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട്, അതിൻ്റെ പേരിലാണ് നടന്നതും. അപ്പം അതിൻ്റെ ദുഷ്ഫലങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്.